കളിതമാശക്കുള്ള വിഷയമല്ല ഇത്. എന്റെ ചേട്ടാ, ഒരു വീടുണ്ടാക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും കളിതമാശ പറയുവോ? പ്രതിമൻ സാറേ, ഇത്തവണ വാടക കാശ് പറ്റിക്കാനാണ് ഈ പറയുന്നതെങ്കിൽ ഇന്നത്തെ ഡേറ്റ് തന്നെ ഇട്ടേക്കണത്. ചേട്ടന് നേരെ ബാങ്കിൽ ചെന്ന് പണം എടുക്കാം. 5 ലക്ഷം ഇതുള്ളത് തന്നെയാണോ പ്രതിമൻ സാറേ? ഉള്ളതാണോ അല്ലയോ ഒന്ന് ബാങ്കിൽ ചെന്ന് അറിയത്തില്ലയോ ചേട്ടാ? അല്ല, ഇതെങ്ങനെ പെട്ടെന്ന് ലക്ഷ്യപ്രഭുവായത്? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, എടുക്കുന്നതും തരുന്നതും ഒക്കെ മേലുള്ള ആ ശക്തിയാണെന്ന്. ചേട്ടൻ കൂടുതൽ കുഴിക്കാൻ നോക്കാതെ അത് ബാങ്കിൽ കൊടുത്തിട്ട് 5 ലക്ഷം കിട്ടി ബോധിച്ചതായി ഒരു മുദ്രപത്രത്തിൽ എഴുതി കൊണ്ടുവാ. ആ വരുമ്പോ പ്രമാണത്തിന്റെ ഒരു ഫോട്ടോ കോപ്പി കൂടെ കൊണ്ടുവരണം. ഓ, കൊണ്ടുവരാമേ. പാവം, നിലാവത്തിറങ്ങിയ കോഴിയെ പോലെ പോകുന്നേ. ഇപ്പോഴും തലയിൽ വെളിവ് വന്നിട്ടില്ല. നില്ല്, എനിക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ആദ്യമായി നമുക്കൊരു കാറ് വാങ്ങണം, ഒരു വലിയ കാറ് തന്നെ. പിന്നെ എനിക്ക് വേണ്ടി ഒരു ഫാൻസി സ്റ്റോർ തുടങ്ങണം. എല്ലാറ്റിനും ഇരട്ടി ലാഭം എടുക്കാം. പിന്നെ ഒരു ഹെൽത്ത് ക്ലബും തുടങ്ങണം. അല്ല, ഇതിനൊക്കെയുള്ള കാശ് എവിടുന്നാ? കാശിനാണോ പഞ്ഞം? നമുക്ക് ആ പഴഞ്ചൻ കരിങ്കൽ കെട്ടിടം അങ്ങ് വിൽക്കാം. നീരേറ്റ് തറവാടേ, ഒരു 1.5 കോടി എന്തായാലും കിട്ടും. നീ എന്താ ഈ പറഞ്ഞേ? നീരേറ്റ് തറവാട് വിൽക്കാനോ? കൃഷ്ണപിള്ളപ്പന്റെ ജീവനും ജീവിതവും ഒക്കെ ആ തറവാട്. കുന്തം, നമ്മൾ നമ്മുടെ ജീവനും ജീവിതവും നന്നാക്കാനാണ് നോക്കേണ്ടത്. ഇനിയെങ്കിലും സുഖിച്ച് ജീവിക്കണം. പ്രതിപെട്ട ഏതെങ്കിലും ബ്രോക്കറോട് പറ, കിട്ടിയ വിലക്കങ്ങ് വിൽക്കാം. നമ്മള് വേദനിച്ചുണ്ടാക്കിയതൊന്നും അല്ലല്ലോ. നല്ല വ്യത്യാസം കാണുന്നുണ്ട്. ക്ഷീരബല 101 ആവർത്തി മുടക്കണ്ട. 3 തുള്ളി വെച്ച് ദിവസം മൂക്കിൽ ഇറ്റിച്ചോളൂ. പിന്നെ കഷായം ചൂർണം തുടരട്ടെ. ആഹാരം കഴിപ്പ് എങ്ങനെയുണ്ട് ഇപ്പോ? വിശപ്പ് തീരെ കുറവാ വൈദ്യരെ. ഏറെ നിർബന്ധിച്ച ഇത്തിരി കഴിക്കും. അത് വിശപ്പ് കുറഞ്ഞിട്ടല്ല, മനസ്സിന്റെ വിഷമവും വിങ്ങലും കൊണ്ട് തന്നെയാ. എന്തായാലും അലോപ്പതി മരുന്നുകളും മുടക്കണ്ട, ആയുർവേദവും ആയിക്കോട്ടെ. ഭഗവാൻ ധന്വന്തിരിയുടെ അനുഗ്രഹമുണ്ട് എന്നാ എനിക്ക് തോന്നണത്. എന്തു വേണമെങ്കിലും ചെയ്യാം, എത്ര വേണമെങ്കിലും മുടക്കാം. എന്റെ ചിന്നുമോള് പഴയതുപോലെ ആവണം. സമാധാനിക്കുക. ഈ നല്ല മനസ്സുകളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാണ്ടിരിക്കില്ല. മരുന്ന് മാത്രമല്ലല്ലോ, സ്നേഹവും പരിചരണവും വേണ്ടതിലധികമുണ്ട്. പിന്നെ പ്രാർത്ഥനയും ഒക്കെ ശരിയാവും. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ. വൈദ്യര് പറഞ്ഞത് കേട്ടല്ലോ. നിനക്കറിയാം, മരുന്ന് മാത്രം കൊണ്ടല്ല രോഗിയുടെ രോഗം ഭേദമാവുക. സ്നേഹം, പരിചരണം, പ്രാർത്ഥന. ഇന്നത്തെ കാലത്ത് ഇല്ലാത്തതും ഇതൊക്കെ തന്നെയാ. അച്ഛാ, അച്ഛൻ പറയുന്നതിന് ധിക്കരിക്കാന്ന് കരുതരുത്. ചിന്നുനെ ബോംബെയിലുള്ള ന്യൂറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. ആലോചിക്കണതൊക്കെ കൊള്ളാം, പക്ഷെ ആ കരിമ സമ്മതിക്കുമോ? ഇപ്പൊ തന്നെ അവൻ ഇടഞ്ഞു നിൽക്കുക. ഇനി ഇവിടുന്ന് നമ്മൾ ചിന്നുനെ കൊണ്ടുപോകാന്നറിഞ്ഞാൽ ആകെ പുകിലാവും. അത് വേണ്ട മോളെ. കുഞ്ഞേ, എന്തിനാ നീ കരയണേ? വൈദ്യര് പറഞ്ഞത് നീയും കേട്ടല്ലോ. നിന്റെ രോഗം ഭേദാവും തന്നെയാ വൈദ്യരും പറയണത്. ഇനി നിനക്ക് ലോകത്ത് എവിടെയോ ഉള്ള നല്ല ചികിത്സ തരാൻ തയ്യാറായിട്ട് നിൽക്കുക ഇവള്. നിന്നെ അവക്ക് ബോംബെയിലെ വലിയ ആശുപത്രി കൊണ്ടുപോകണത്രേ. നിന്റെ അഭിപ്രായം മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ഇല്ല, നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യില്ല. സമാധാനത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുക. എല്ലാം ഭഗവാൻ നേരെയാക്കി തരും.
എൻ്റെ കുഞ്ഞ് കാട് മുഴുവൻ ഓടി നടന്നോളാം. എൻ്റെ കൈക്ക് പിടിച്ച് ഞാൻ വീഴാതെ എത്ര നാള് കാത്തതാ അവള്. എന്നിട്ടും അവള് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. അച്ഛൻ അച്ഛൻ ഇങ്ങനെ തളർന്നാ പിന്നെ ഞങ്ങൾക്കാരാ? ഏയ് ഇല്ല, ഞാൻ തളർന്നു എന്ന് ആര് പറഞ്ഞു? എനിക്ക് ഒരു തളർച്ചയില്ല. ആ. എന്താ പുതിയ വിശേഷം? കരുമൻ എവിടെ? കരുമനിനി ഇവിടെ കാലുകുത്തുകയല്ല. ഓ, അതെന്താ? അവന്റെ കൈക്കല്ലേ കുഴപ്പമുള്ളൂ, കാലിനും വല്ല കുഴപ്പവും പറ്റിയോ? കളിയാക്കുകയാണല്ലേ? എന്നാ കേട്ടോ, അവൻ ഒരു കുഴപ്പമില്ല. ചിന്നൂനെ മിണ്ടാപ്രാണിയായിട്ട് കിടത്തിയതുപോലെ കരുമനെ കിടത്താൻ നോക്കണ്ട. മുത്തി, വഴക്കിനും വക്കാണത്തിനും ഒന്നും ഞാനില്ല. എന്താ കാര്യം എന്ന് വെച്ചാ പറ. ഞങ്ങള് ചിലതൊക്കെ അറിഞ്ഞു, അത് സത്യമാണോ എന്നറിയണം. അറിഞ്ഞ കാര്യം പറഞ്ഞില്ല. കള്ളത്തരം ചെയ്തിട്ട് നല്ല പിള്ള ചമയുന്ന കണ്ടില്ലേ? ആരുടെ സമ്മതം വാങ്ങിയിട്ടാ ചിന്നൂന് അവകാശപ്പെട്ട സ്വത്തുക്കളൊക്കെ ആ പ്രദീപ് സാറിന് എഴുതി കൊടുത്തത്? ഇപ്പൊ അറിയണോ എനിക്ക്? പറയാം. ആരുടെ അനുവാദമാണോ വാങ്ങിക്കേണ്ടത് ആ ആളിന്റെ അനുവാദത്തോടെ. പച്ചക്കള്ളം. കയ്യും കാലും നാവും അനക്കാൻ പറ്റാതെ കിടക്കണ ചിന്നൂന്റെ സമ്മതം വാങ്ങിച്ചെന്ന്. ഞങ്ങള് പാവങ്ങളാന്ന് വെച്ച് പറ്റിക്കാൻ നോക്കണ്ട. എനിക്കാരെയും പറ്റിക്കേണ്ട കാര്യമില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ തറവാട് വീടും പറമ്പും എൻ്റെ കൊച്ചുമോള് ചിന്നുവിൻ്റെ പേരിൽ എഴുതി വെച്ചതും ഞാൻ തന്നെയാണ്. ഇപ്പോൾ അത് അമ്മുക്കുട്ടിക്ക് വേണ്ടി പ്രദീപിൻ്റെ പേരിൽ ആക്കിയതും ഞാൻ തന്നെയാണ്. പക്ഷേ അതിന് ചിന്നുവിൻ്റെ രേഖാമൂലമായ അനുവാദം വാങ്ങി അവളുടെ സമ്മതവും വിരലടയാളവും വാങ്ങിയാണ് പ്രമാണം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്റെ മലങ്കാളി, ഇത് ചതിയാണല്ലോ. ഇക്കണക്കിന് ചിന്നുവിനെയും കൊച്ചിനെയും കൊല്ലാനും നിങ്ങൾ മടിക്കല. ഇപ്പൊ തന്നെ ഞങ്ങൾ ചിന്നുവിനെയും കൊച്ചിനെയും കൊണ്ടുപോകും. ഇനി ഒരടി മുന്നോട്ട് വെക്കരുത്. നീരറ്റ് കൃഷ്ണപിള്ളയ്ക്ക് വയസ്സായി എന്നും വിചാരിക്കരുത്. പഴയ കൃഷ്ണപിള്ളയെ മുത്തിക്ക് അറിയാലോ. വീട്ടിൽ കയറുന്ന അതിക്രമം കാണിച്ചാ അടിച്ച് നടുവൊടിക്കും ഞാൻ. ആ പെണ്ണിനെയും കൊച്ചിനെയും കൊണ്ടേ ഞങ്ങൾ പോകും. ഇല്ല, അതിനധികാരം നിനക്കില്ല മുത്തി. മര്യാദയ്ക്ക് ഇറങ്ങിക്കോ, അതോ ഞാൻ അടിച്ചിറക്കണോ? കൊച്ചിനെയും തള്ളെ ഇപ്പൊ തന്നില്ലെങ്കിൽ ചാവും വരെ ഞാൻ ഈ മുറ്റത്ത് പട്ടണി കിടക്കും. അതിന് ഞാനും കൂടെ അനുവദിച്ചിട്ട് വേണ്ടേ? കേശവൻ നായരെ, ആ പിന്നാമ്പുറത്ത് നിൽക്കുന്ന പണിക്കാരെ ഇങ്ങോട്ട് വിളിച്ചോ. എന്നാ കേട്ടോ, ഞാൻ ഇനിയും വരും. ഈ മുറ്റം നിറയെ ഞങ്ങളുടെ കൂട്ടരുമായി ഞാൻ എത്തും. അപ്പ അടിച്ചിറക്കണത് കാണാലോ. ചിന്നൂനും ചപ്പാണിക്കും അവകാശപ്പെട്ടതല്ല ആ പ്രദീപ് സാറിന് കൊടുത്തു. അവരത് വിറ്റുപിടിച്ചോണ്ടിരിക്കുക. ഈ ചതിക്ക് ഞങ്ങൾ പകരം ചോദിക്കും. നോക്കിക്കോ. പേടിച്ചു പോണതാണെന്ന് കരുതണ്ട. തിരിച്ചു വരാൻ തന്നെയാ പോണത്. പാടാകർമ്മ. നമുക്കിപ്പൊ തന്നെ പുറപ്പെട്ടാലോ? കുറച്ച് ഡ്രസ്സ് എടുത്ത് വെക്കണമെന്നല്ലേ ഉള്ളൂ.
പ്ലീസ് പ്രദീപേട്ടാ, ഞാൻ അത്രയ്ക്ക് ത്രില്ലടിച്ചിരിക്കുക. നോക്ക്. അകത്തേക്ക് വരാമോ? എന്താ ഉദ്ദേശം? ഉദ്ദേശങ്ങൾ പലതാണ് പ്രദീപ്. ഒന്നാമത് തെറ്റിദ്ധാരണകൾ നീക്കുക എന്നുള്ളത്. രണ്ടാമത് അർഹതപ്പെട്ടവർക്ക് തന്നെ അർഹതപ്പെട്ടത് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. മൂന്നാമത് അച്ഛനെയും മകളെയും ഒന്നിപ്പിക്കുക എന്നുള്ളത്. മനസ്സിലായില്ല. ഇതെന്താണ് പ്രദീപ്? അതിഥികൾ വന്നാലൊന്ന് ഇരിക്കാൻ പറഞ്ഞൂടെ? ആ പോട്ടെ. ഇവളെ പരിചയപ്പെടുത്താൻ ഞാൻ. സോന ഇവൾക്ക് 2 പേരിട്ടു. സ്കൂളിൽ വിളിക്കാൻ ആതിര, വീട്ടിൽ അമ്മുക്കുട്ടി. എന്താ ഇത്? വീട്ടിൽ കയറി വന്നിട്ട് ഒരുമാതിരി. ഏതുമാതിരി? ഞാൻ ഈ കുട്ടിയൊന്ന് പരിചയപ്പെടുത്തിയെന്നല്ലേ ഉള്ളൂ. നീരേറ്റ് തറവാട്ടിലെ സയനോര മേനോൻ എന്ന സ്ത്രീയിൽ ഈ നിൽക്കുന്ന പ്രദീപന് ജനിച്ച കുട്ടിയാണിത്. കള്ളം, പച്ചക്കള്ളം. എന്ത് നാടകം കളിക്കണ താൻ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്തായാലും ശരി, അത് എൻ്റെ അടുത്ത് ചെലവാവില്ല. വളർത്താൻ പിടിച്ചാലും കരയുന്ന പരുവാണല്ലോ അത്. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് ഞാനെന്തിനാ നാടകം കളിക്കുന്നേ? എൻ്റെ കുഞ്ഞ് ഈ വീട്ടിലുണ്ട്. ഒരു എക്സ്ട്രാ കുഞ്ഞിന്റെ ആവശ്യം എനിക്കില്ല. അവിടെയാ പ്രദീപിന്റെ തെറ്റിദ്ധാരണ മാറ്റേണ്ടത്. നിങ്ങളുടെ കൂടെ ഈ വീട്ടിലുള്ള കുട്ടി ഒരു അനാഥയാണ്. ബാംഗ്ലൂരിലെ ഷെൽട്ടർ എന്ന കുട്ടികളുടെ ഹോസ്റ്റലിൽ വളർന്ന കുട്ടിയത്. ഞാനും സോനയും തന്നെയാ അവളുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവളെ ഹോസ്റ്റലിൽ ഏൽപ്പിച്ചത്. ദാ ഈ അമ്മുക്കുട്ടിയുടെ കൂടെയാ അവൾ ആ ഹോസ്റ്റലിൽ കഴിഞ്ഞത്. ഇല്ല, ഞങ്ങൾ ഇത് വിശ്വസിക്കില്ല. ചതിയാ ഇത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവൾക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ ഒരാഴ്ചക്കകം തിരിച്ചു തരുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ രണ്ടും നിയമത്തിന്റെ മുന്നിൽ തൂങ്ങും. തൂക്കിയിട്ട് തട്ടിക്കളിക്കാൻ എനിക്കറിയാം. ശ്യാം പ്രകാശ് മണ്ടനല്ല, ഭീരുവല്ല. വെറുതെ ചോര കൊണ്ട് ഈ കഥ ശുഭം എന്ന് എഴുതിക്കണ്ട എന്നെ. പാമോളെ. കിട്ടേണ്ടത് കിട്ടിയപ്പോ തോന്നേണ്ടത് തോന്നി എന്ന് പറഞ്ഞു കൂട്ടായി കാര്യങ്ങള്. ഇപ്പൊ കൊച്ചുമില്ല ചിന്നുമില്ല. ബുദ്ധിയമ്മയെ ആട്ടി ഇറക്കിയതിന് നീയും കൂടാ കാരണക്കാരൻ കരുമാ. അതെ, ഞാൻ തന്നെ കാരണക്കാരൻ. വെട്ടുകത്തി എടുത്തോണ്ട് ചെന്ന് ആ ത്രേസ്തലയുടെ തല കൊയ്യാൻ അറിയാൻ പാലായിട്ടൊന്നുമല്ല. പിന്നെ എന്റെ കുഞ്ഞിനെ എനിക്ക് കാണാനൊക്കത്തില്ലോ എന്ന് വിചാരിച്ചിട്ടാ കടുകയൊന്നും ഞാൻ ചെയ്യാത്തത്. നീ വെറും ഒരു പോഴനാ കരുമാ. തനി പോഴൻ. സ്വന്തം കെട്ടിയോളെ രക്ഷിക്കാൻ പറ്റാത്ത ചളുപ്പൻ. ഇനി ഇപ്പൊ അടുത്തത് എന്നാ നടക്കാൻ പോണെന്ന് കൂടി ഞാൻ പറയാം. ഇനി ഒരു വിരലടയാളം കൂടി ചിന്നുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്നാത്തിനാ? കരുമനെ ഭർത്താവായിട്ട് വേണ്ട എന്ന് കോടതിയിൽ പെറ്റീഷൻ കൊടുക്കാൻ. ഈ അവസ്ഥയിൽ കോടതിയും വക്കീലന്മാരും എന്നാ ചോദിച്ചാലും കരഞ്ഞു കാണിക്കാനല്ലേ ചിന്നുവിന് പറ്റത്തുള്ളൂ. അങ്ങനെ ചിന്നുവിന്റെ താലി അവര് പറിച്ചെറിയും. അതും കൂടി ആയാ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ ഒക്കുവോ കരുമാ നിനക്ക്? എന്റെ മലങ്കാളി, ഇത്രയും വലിയ ചതി ആ വലിയ കളവ് മുതലാളിയും കൂടെ അറിഞ്ഞോണ്ടാണോ ചെയ്തത്? പിന്നല്ലാതെ. അതൊരു മലങ്കിഴവനാ. എല്ലാരെയും ചതിക്കണ മലങ്കിഴവൻ. പണ്ടേ തന്നെ ആയിരുന്നു സ്വഭാവം. ഇപ്പോഴാണെങ്കിൽ ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ടുകൊണ്ട് കൊച്ചു ത്രേസ്യ. ഇല്ല മാത്തച്ചയ, ഒരു മരപ്പട്ടിയും എന്റെ ചിന്നിനെ തൊട്ട് കളിക്കത്തില്ല. തൊട്ടാ കൈ ഞാൻ വെട്ടും. ചതിച്ച് തട്ടിയെടുത്ത സ്വത്തുക്കളും ഞാൻ തിരിച്ചു പിടിക്കും. ഇത്രയും നാളും അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവനാ ഞാൻ. പക്ഷെ ഇനി എനിക്കത് വേണം. ചിന്നുവിനെ ഈ അവസ്ഥയിലാക്കിയവരോട് പകരം ചോദിക്കാൻ എനിക്ക് ആ പണം വേണം.